സാറേ അത് രണ്ടാം ഭാര്യയിലെ മോനാ. ആ, രണ്ടാം ഭാര്യയായാലും മൂന്നാം ഭാര്യയായാലും കേസിന് ചുമക്കേണ്ടതേ ഒന്നാം ഭാര്യയായ ശാരദാമന്ന. കാരണം അദ്ദേഹത്തിന്റെ ഈ കൂടുതലും പ്രവർത്തന മേഖല ഏതാണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ആയിരുന്നല്ലോ. അതിരിക്കട്ടെ, ഈ അനൂപിനെ ഇപ്പൊ എവിടെ ചെന്നാ കിട്ടും? അവനെ ഈ അബൂബക്കർ എന്ന് പറഞ്ഞ് എന്റെ ഒരു സുഹൃത്തിന്റെ മോൻ കെട്ടാൻ നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ അടിച്ചോണ്ട് പോയിരിക്കുക. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ വലിയ പരിക്കുകളൊന്നും കൂടാതെ ഞാൻ സെല്ലിൽ അടച്ചേക്കാം. പക്ഷേ അവനെ തിരക്കി പരക്കം പാഞ്ഞ് നടക്കുന്നവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എല്ലാവരും അവന്മാര് ചെണ്ടക്കോലുണ്ടാക്കും, അറിയോ? അതുകൊണ്ട് ശാരദാമ്മ അവനെ പുറത്തോട്ട് വിളിക്കും. സാറേ, വിഷ്ണുവിനെ തിരക്കി വന്നപ്പോ പറഞ്ഞ മറുപടി തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇവിടെ ആരും ഇല്ല. ഞാൻ ഈ വീട്ടിൽ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല. ഇത് കേട്ട് വിശ്വസിച്ചങ്ങ് പോവും ഏതെങ്കിലും ഒരു സാധാ പോലീസുകാരൻ. പിന്നെ ഇതേ ഒരല്പം കൂടിയ ഇനോ. അവനെയും കൊണ്ട് ചന്ദ്രബോസ് ഇവിടുന്ന് പോകും. എന്റെ സാറേ, അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ സാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? താനേ നടന്നു. സാറിനറിയാം, ഞാനിവിടെ അടുത്തുള്ളതാ. എല്ലാവരും കുറുപ്പ് സാറെന്ന് വിളിക്കും. പക്ഷെ ഞാനങ്ങനെ വിളിക്കുകയല്ല കേട്ടോ. പകരം മറ്റു വല്ലതും വിളിക്കും. പിന്നെ അത് തേച്ചാലും മാച്ചാലൊന്നും പോയില്ല. എടോ, ചായ കുടിക്കാൻ വന്നാൽ ചായ കുടിച്ചിട്ട് വെക്കണം. മറ്റുള്ളവരെ കുടിപ്പിക്കാൻ നിൽക്കല്ലേ. സാറ് പറഞ്ഞതിന്റെ പോലുള്ള എനിക്ക് മനസ്സിലായി. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ സാറേ? വാമൂടി കെട്ടിയ പ്രതിമ വരെ സംസാരിക്കുന്ന കാലമാ. അതിന് സ്വാതന്ത്ര്യമുള്ള നാട്. അപ്പൊ പിന്നെ കാര്യങ്ങൾ പറയുന്നതിന് ആരാ സാറേ ഇവിടെ കൈ കയറി പിടിക്കാൻ വരുന്നത്? കയ്യിലല്ല, നിന്റെ കൊരവള്ളി ഞാൻ പിടിച്ച് പുറത്തേക്കിടും. ചന്ദ്രബോസിന്റെ മുമ്പിൽ നാവാടാൻ ഒരുത്തരെ ഞാൻ അനുവദിക്കില്ല. അതിന് ഏത് പാർട്ടിയുടെ ആളായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാൽ സംസാരിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കടത്തും. പാടോ സർ. പാടോ അങ്ങോട്ട്. സാർ, അനൂപ് ഇവിടെ വന്നിട്ടില്ല. അവൻ ഒരാളെയും വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചിട്ടും ഇല്ല. സാറിന് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഈ പറഞ്ഞത് ന്യായം. ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അതിന്റെ അറ്റം കാണാതെ പിന്തിരില്ലെന്ന് ശാരദാമ്മയ്ക്ക് അറിയാലോ. ആ ചെക്കനും പെണ്ണും ഇവിടെ ഇല്ല. ചിലപ്പോ ശാരദാമ്മ പറയുന്നതായിരിക്കും ശരി. എന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ എനിക്ക് അതൊന്ന് ബോധ്യപ്പെടണം. എന്നാലേ ഞാൻ ഇവിടുന്ന് പോവും. സർ, എന്താണോ? അനൂപിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നങ്ങ്യാർകുളങ്ങര ടവറാ.